ഇപ്പോൾ ഈ തിരുവനന്തപുരം SAT ആശുപത്രി സൂപ്രണ്ട് ഈ പ്രതിഷേധിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ച ശേഷം തുടർ നടപടി എന്നതാണ് ഇവർ പറയുന്നത്. ഈ നേരത്തെ ആരോഗ്യമന്ത്രി ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു അന്വേഷണം പോരാ. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇക്കാര്യം അന്വേഷിച്ചാൽ പോരാ എന്നതാണ് ഇവർ പറയുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം ഇക്കാര്യം പരിശോധിക്കണം, അന്വേഷിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ഒപ്പം ഈ ശിവപ്രിയയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ ചിലവ് കുടുംബത്തിനായിട്ടുണ്ട്. അതിനുൾപ്പെടെ പരിഹാരം കാണണമെന്നതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഇപ്പോൾ SAT ആശുപത്രി സൂപ്രണ്ടിനെ കാണാൻ, അവരുമായി കൂടിക്കാഴ്ച നടത്താൻ ഇപ്പോൾ ഇവർ പോയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവരുടെ തീരുമാനം അറിയാൻ കഴിയും. കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം ആശുപത്രി സൂപ്രണ്ട് ഈ പ്രതികരിക്കാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആരോപണം SAT ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നാണ്. വേണ്ടത്ര പരിചരണം ഈ ശിവപ്രിയയ്ക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഇവിടെ നിന്ന് ഈ മടക്കി അയക്കുമ്പോൾ കൃത്യമായ ഒരു പരിശോധന ഒന്നും തന്നെ നടത്തിയിട്ടില്ല. കാരണം ഈ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി 1 ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ പ്രാഥമികമായ ഒരു വിവരശേഖരണം നടന്നിട്ടുണ്ടോ? ഈ ആശുപത്രി ഏതെങ്കിലും തരത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെ പിഴ പറ്റിയിട്ടില്ല എന്നുള്ള വിശദീകരണം നൽകുമ്പോൾ ഉന്മേഷ, ശിവപ്രിയയ്ക്ക് കടുത്ത അണുബാധയുണ്ടായിട്ടുണ്ട് എന്നതാണ് നിലവിൽ പ്രാഥമികമായി ഈ ഡോക്ടർമാർ പറയുന്ന കാര്യം. ഈ മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണവും ഈ അണുബാധ തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ ഉണ്ടായി, അതിന്റെ കാരണമാണ് ഇനി പരിശോധിക്കേണ്ടത്. അക്കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന നടത്തുമെന്നതാണ് SAT ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്തുൾപ്പെടെ ശിവപ്രിയയ്ക്ക് അണുബാധയുണ്ടായിരുന്നു. ശിവപ്രിയയുടെ BP ഉൾപ്പെടെ വലിയ ഉയർന്ന നിലയിലായിരുന്നു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ശിവപ്രിയയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നത്. ഇതിൽ ഈ അണുബാധ ഉണ്ടായത് സാധാരണഗതിയിൽ ഈ ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകുന്ന അണുബാധയാണ് ശിവപ്രിയയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഉറവിടം എന്ത്, ഈ SAT ആശുപത്രിയിൽ നിന്നാണോ അണുബാധ സംഭവിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നതാണ് ആശുപത്രി അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ നടത്തും. ആ ഒരു ഉറപ്പായിരിക്കും ഇപ്പോൾ ഈ കുടുംബത്തിന് ആശുപത്രി അധികൃതർ നൽകുന്നത്. പക്ഷേ വലിയ വീഴ്ചകളൊന്നും തന്നെ SAT ആശുപത്രിക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമികമായി തന്നെ നേരത്തെ SAT സൂപ്രണ്ട് പറഞ്ഞത്. കാരണം സാധ്യമായ എല്ലാ ചികിത്സകളും ശിവപ്രിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രസവശേഷം വളരെ ആരോഗ്യവതിയായാണ് ശിവപ്രിയ 25-ാം തീയതി ഈ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ശിവപ്രിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 ദിവസം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ശിവപ്രിയയ്ക്ക് പനിയുണ്ടായിരുന്നു, ഉയർന്ന അളവിൽ BP ഉണ്ടായിരുന്നു എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശിവപ്രിയയുടെ ആരോഗ്യസ്ഥിതി മോശമായി പിന്നീട് വെന്റിലേറ്ററിൽ ശിവപ്രിയയെ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അണുബാധ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തി, അതാണ് ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെങ്കിൽ ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടക്കണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. അതിനുശേഷം മാത്രമേ ഈ മരണകാരണം സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത വരൂ. അതിനുശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കാമെന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പക്ഷേ ഈ കുടുംബം അവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം കിട്ടിയില്ല എന്നതാണ്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഒരു കൃത്യമായൊരു ഈ ആശയവിനിമയം ഉൾപ്പെടെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. ഈ അണുബാധ ഉണ്ടായി എന്ന് ഈ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഡോക്ടർ ഇക്കാര്യം പറയുന്നത് എന്നുൾപ്പെടെ നേരത്തെ സഹോദരനും ഈ ശിവപ്രിയയുടെ ഭർത്താവും പറഞ്ഞിരുന്നു. അത്തരത്തിൽ കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നതിലും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ SAT ആശുപത്രിയിൽ നിന്ന് ആരോഗ്യസ്ഥിതി മോശമായതോടെ തൊട്ടപ്പുറത്തുള്ള തിരുവനന്തപുരം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്കാണ് ശിവപ്രിയ മാറ്റിയത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ശിവപ്രിയയ്ക്ക് ഉണ്ടായി എന്നും അത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി എന്ന് മനസ്സിലായത്. പക്ഷേ അത് അങ്ങോട്ടേക്ക് ഏതെങ്കിലും തരത്തിൽ അണുബാധയുണ്ടോ എന്ന് തങ്ങൾ ചോദിക്കുമ്പോഴാണ് ആശുപത്രി അധികൃതർ ഇത്തരത്തിലൊരു അണുബാധ ശിവപ്രിയയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി വേണം, കൃത്യമായ ഒരു അന്വേഷണം വേണം. ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അതിൽ നടപടി വേണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ശരി, MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ് കുടുംബവുമായി.
ഇപ്പോൾ പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുകൂടി MG പ്രതീക്ഷ അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.